എന്നാൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇടപെട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ അതാണ് യഥാർത്ഥ പ്രശ്നമായിട്ടുള്ളത്. കാരണം ഹലോ ഓൾ, വെൽക്കം ടു സിവിൽ സർവീസ് ഇൻ ഫയർ. ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഊഹിക്കാൻ പോലും പറ്റാത്തതാണ് കുറച്ച് വർഷങ്ങളായിട്ട് വരുന്ന ന്യൂസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം ഒരുപാട് രാജ്യങ്ങൾ നമ്മളെ അസൂയ പോലും നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. എന്തിനു പറയുന്നത്, US പോലും കണ്ടിട്ടുണ്ടായിരുന്നു. US പറഞ്ഞിട്ടുണ്ടായിരുന്നു 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമ്മുടെ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു മതേതര രാജ്യമായിട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ US പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട്, അതായത് US അല്ല, ഒരുപാട് രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, US ഉൾപ്പെടെ പല രാജ്യങ്ങളും. ഇതൊരു 5-10 വർഷമേ ഈ രാജ്യം പോയുള്ളൂ, അതിനുള്ളിൽ ഈ രാജ്യം പൊളിയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും വർഷം നമ്മൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന പ്രശ്നംസും നമ്മൾ സോൾവ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ഒരു കുഴപ്പമില്ലാതാണ് ഇത്ര കാലം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ അടുത്തായിട്ടുള്ള കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ വരികയാണ്, സോൾവ് ആകുന്നില്ല, അടുത്ത പ്രശ്നങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ പ്രശ്നങ്ങളും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോ കറന്റ് ഒരു ന്യൂസിലുണ്ടായിരുന്നു, UP ഉത്തർപ്രദേശിൽ ഒരു കോളനിയിൽ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് മുസ്ലിം കപ്പിൾസ് അവിടെ ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെതിരായിട്ട് അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റീസ് എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിവിടെ താമസിക്കില്ല, ഈ സ്ഥലം ആരാണോ വിറ്റ് അയാൾ തിരിച്ചു വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്. അതിന് 2 റീസൺ ആണ് അവർ പറഞ്ഞിട്ടുള്ളത്, പ്രൊട്ടസ്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ആ വീട് അവരുടെ അമ്പലത്തിന്റെ നേരെ മുമ്പിലാണ് ഉള്ളതെന്നാണ്. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ കുറിച്ചും കൺസേൺ ആയതുകൊണ്ടാണ് ഈ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പ്രൊട്ടസ്റ്റ് മാത്രമല്ല അവര് അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിൽ കംപ്ലൈന്റ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയോട്, അതായത് ആരാണോ ആ വീട് സെൽ ചെയ്ത് ആ വ്യക്തിയോട് ആ വീട് തിരിച്ചു വാങ്ങിക്കണം എന്നും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 19, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്, നമ്മുടെ മൗലിക അവകാശത്തിൽ ആർട്ടിക്കിൾ 19 കറക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കുകയും ചെയ്യാം, എവിടെ വേണമെങ്കിലും താമസിക്കുകയും ചെയ്യാം എന്നുള്ളൊരു നമുക്കൊരു റൈറ്റ്, നമുക്ക് ഫ്രീഡം ഉണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിൽ താമസിക്കാനും. അതുപോലെ തന്നെ ഈ പ്രൊട്ടസ്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത് അവരുടെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ കുറിച്ചാണ്. നമുക്കറിയാം പലയിടത്തുമായിട്ട് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല, അതായത് സ്ത്രീ സുരക്ഷ എന്നൊരു പ്രശ്നം അവിടെ വരുന്നില്ല. പിന്നെ അവിടെ മാത്രം എന്താണ് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് രണ്ടാമത്തെ ടെമ്പിളിലാണ്, അത് നമുക്ക് കൺസേൺ ചെയ്യാം, അതൊരു മോറൽ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാം. പക്ഷെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു നിയമവും അവിടെ അങ്ങനെ ഒരു താമസം, അതായത് അമ്പലത്തിന്റെ മുമ്പിലോ അല്ലെങ്കിൽ പള്ളിക്ക് മുന്നിലോ താമസിക്കേണ്ട എന്നൊരു റെസ്ട്രിക്ഷൻസും വരുന്നില്ല. ആർട്ടിക്കിൾ 19 കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷേ ആ എക്സെപ്ഷൻസും ഇതിലൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് അവർക്ക് അവിടെ താമസിക്കാൻ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ള, ഈ പ്രൊട്ടസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ ആ വിറ്റ ആള് തിരിച്ചു നിൽക്കുക, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആ രജിസ്ട്രേഷൻ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം എന്നാണ് ഇവര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഹിന്ദു വന്ന് താമസിച്ചാലുള്ള പ്രശ്നം എന്താണെന്നുള്ളത്. കാരണം നമ്മുടെ ഭരണഘടന, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു നിയമവും, ഇന്ത്യയിലെ ഒരു നിയമവും അതിനെ തടസ്സപ്പെട്ടുള്ള ഇന്ത്യൻ ഭരണഘടന പറഞ്ഞുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോയിട്ട് താമസിക്കാം എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നത് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. അവിടെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നമല്ല. കാരണം ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് റീസെൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പിളിനെ കൊണ്ട്. ഓക്കെ, അതായത് ഇത് ആദ്യമായിട്ട് അവിടെ നടത്തുന്നതല്ല. അത് മാത്രമല്ല, ഈ പ്രൊട്ടസ്റ്റേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സെല്ലറിനോട് ഈ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യണം, നിങ്ങൾ വെക്കുമ്പോൾ അസോസിയേഷനോട് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അതേസമയം ഈ പ്രോപ്പർട്ടിയുടെ ഓണർ, അതായത് ആദ്യം വിറ്റ ആൾ പറയുന്നത് ഇങ്ങനെ ഒരു അസോസിയേഷൻ അവിടെ ഉണ്ടായിട്ടില്ല, അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അസോസിയേഷൻ ഇല്ല, ഇത് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു അസോസിയേഷൻ ആണെന്ന് പറയുന്നത്. എന്നാൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇടപെട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ അതാണ് യഥാർത്ഥ പ്രശ്നമായിട്ടുള്ളത്. കാരണം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ഈ ബാധിക്കപ്പെട്ട കപ്പിൾസിനെയും അതുപോലെ പ്രൊട്ടസ്റ്റേഴ്സിനെയും വിളിച്ച് ഒരു അമിക്കബിൾ സൊല്യൂഷൻ കണ്ടെത്തി. അതായത് കപ്പിൾസ് എന്ത് ചെയ്യണം, ഒരു ഹിന്ദു ഫാമിലിക്ക് ഈ പ്രോപ്പർട്ടി സെൽ ചെയ്താൽ മതി എന്നുള്ള കാര്യം. പക്ഷെ അവിടെ ആ പ്രശ്നം കഴിഞ്ഞു. പക്ഷെങ്കിൽ ഇതിലൂടെ ഇവര് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമായിരുന്നാലും ശരി, അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമായിരുന്നാലും ശരി, ഒരു പ്രൊട്ടസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഒരു വിധി കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഇതിലൂടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.